എന്തായി സരസു? ആയി വരുന്നു സാറേ. ആ സാറെന്താ ഇങ്ങനെ വെലിനെ പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്? ഓ, വേറെ എന്ത് ചെയ്യാനാ കൊച്ചേ? യോ, ഇനി കൊച്ചേന്ന് വിളിക്കോ? ഓ കുഴപ്പമില്ല. നേരെ ഒന്ന് പോയി കിട്ടണ്ടേ? അങ്ങനെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ സാറിന് എന്നെ ഒന്നും സഹായിച്ചൂടെ? സഹായിക്കായിരുന്നു, പക്ഷെ അതെൻ്റെ മക്കളറിഞ്ഞ് വല്ല പൊല്ലാപ്പോ ആയെങ്കിലോ? പൊല്ലാപ്പോ? ആ. അതെന്തിനാ? അല്ല, അവരൊക്കെ വലിയ സ്റ്റാറ്റസ് ഉള്ള ഓ. ആൾക്കാരല്ലേ. ചിലപ്പോൾ അവർക്ക് പിടിക്കാതെ വന്നാൽ എന്ത് ചെയ്യും? അല്ല, നീ ഒരു ദിവസം എത്ര വീട്ടിൽ പോകും? 4 അടുത്ത് പോകും. ഷൂ, ജീവിക്കണ്ടേ സാറേ? ശരിയാ. അടെ ഞാൻ എന്ത് സഹായം ചെയ്തിട്ടുണ്ടേ? ഓ അത്രയ്ക്ക് അധികമൊന്നും സാർ ചെയ്തു തരണ്ട. ആ, ഇപ്പം തന്നെ മണി 3 കഴിഞ്ഞു. എനിക്കാണെങ്കിൽ 3:30 അന്നമ്മ കുര്യച്ചൻ്റെ വീട്ടിൽ പോകേണ്ടതുവാ. ഇനിയിപ്പോൾ ഒരുങ്ങി കെട്ടി അവിടെ ചെല്ലപ്പോൾ ഒരു വകയാവും. ഞാനേ കഞ്ഞി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പയറടുപ്പത്തിട്ടിട്ടുണ്ട്, കടുവറുത്തൊന്ന് വെച്ചേച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഉം. അത് ഞാൻ ഏറ്റു. ഇത് അങ്ങോട്ട് തിരിഞ്ഞ അരുത്, ഇങ്ങോട്ട് പോയാൽ അയ്യോ അങ്ങോട്ട് പോകരുത്, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എൻ്റെ മക്കളെ, ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തിരിക്കുക. നിനക്കെങ്കിലും ഇങ്ങനൊരു സന്മനസ് ഉണ്ടായല്ലോ കൊച്ചേ, ഇതുപോലൊരു ജോലി എന്നെ ഏൽപ്പിക്കാൻ. ഞാൻ ഏറ്റു. താങ്ക്സ്. വെൽക്കം. അമ്മിണിയേ, എടി അമ്മിണിയേ, ഓ അയ്യോ, ചതിച്ചല്ലോ ഈശ്വര. ഞാൻ നിങ്ങൾ ബാങ്കിലെത്തും. ട്രഷറി ക്ലോസിംഗ് ലാസ്റ്റ് ഡേറ്റാ. കോടിക്കണക്കിന് രൂപയുടെ ഗവൺമെന്റ് ചെക്കുകളുടെ ക്ലിയറൻസ് ഉള്ള ദിവസാ. അയ്യോ, ട്രഷറി മണ്ണാങ്കട്ടയും ഒരു സൈക്കിൾ പോലും തരത്തിൽ ഇറങ്ങാൻ നോക്കിയില്ല. അപ്പോഴാണ് അവളുടെ ഒരു ബാങ്കും ക്ലിയറൻസും. എന്താ മോളെ, എന്താ പ്രശ്നം? എനിക്കിത് ബാങ്കിൽ പോകാൻ ഒക്കെയല്ല അച്ഛാ. ബാങ്കിലെന്നല്ല, ഒരീച്ച പോലും ഇന്ന് ഈ സിറ്റി വെളിയിൽ ഇറങ്ങില്ല. അതെന്താ? കർഫ്യൂ. വിഴിഞ്ഞത്തും കുഴിത്തറയിലും കഴക്കൂട്ടത്തും ഒക്കെയായി മനുഷ്യർ പരസ്പരം വെട്ടി മുന്നേറുകയല്ലേ. മനുഷ്യർ പരസ്പരം വെട്ടി മുന്നേറുന്നോ? എന്തോടായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മാവനൊന്നും മനസ്സിലാകത്തില്ല. നേരാ, ഇത് നമ്മളെ ഓളങ്കര മൂലം അല്ല അച്ഛാ, സിറ്റിയാ. യ്യോ. കൊല്ലും കൊലയും തീവയ്പും ഒക്കെ ഇവിടെ നിത്യ സംഭവങ്ങളാ. ഓ, ശരിയാണല്ലോ. സിറ്റിയാ, നരകം. കണ്ടില്ലേ, നഗരം. വല്ലാത്തൊരു വാക്കാണ് സാറേ ഈ നഗരം. ഒരു ഗ്രാമത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന ആൾക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന വ്യക്തിത്വമില്ലായ്മയാണ് ഈ നഗരത്തിൻ്റെ ശാപം. ശരിയായിരിക്കും. പക്ഷെ തിരുവനന്തപുരം നഗരത്തിനെ പറ്റി എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പല പല ഗ്രാമങ്ങൾ കൂടുന്ന ഒരിടം. മിസ്റ്റർ പിള്ളേ, ഒരുപാട് കാലം ഞാൻ മകളുടെ കൂടെ ജർമ്മനിയിലായി. മടുത്തപ്പോൾ അവിടുന്ന് ഞാൻ മകൻ്റെ കൂടെ അമേരിക്കയ്ക്ക് പോയി. ബന്ധുക്കളെയും കുടുംബത്തെയൊന്നും വിലമതിക്കാത്ത അവരുടെ സംസ്കാരത്തോട് എനിക്ക് മടുപ്പ് തോന്നി. എൻ്റെ ഗ്രാമത്തിലെ വായു ശ്വസിച്ച് മരിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. കൊള്ളാം. ഗ്രാമത്തിൻ്റെ വായു ശ്വസിക്കാൻ വന്നു ചേർന്ന സ്ഥലം കൊള്ളാം. അത് ഈ 4 മതിലുകൾക്കുള്ളിൽ. എനിക്കിവിടെ വന്നിറങ്ങിയ നിമിഷം മടുത്തു. മിസ്റ്റർ പിള്ളയ്ക്കത് മനസ്സിലാവില്ല. ഒരിക്കലെങ്കിലും പുറം നാടുകളിൽ പോയി ജീവിച്ചാലേ നമ്മുടെ നാടിൻ്റെ സുഖം അറിയൂ. ഓ, ശരിയായിരിക്കാം. ഗ്രാമത്തിൽ ഒന്നിനും പരിധിയില്ലല്ലോ, അവിടെ നിയന്ത്രണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? സ്വന്തം മുറിയുടെ ജനലിലെ പൊടിയൊന്ന് തൂത്താൽ ഡസ്റ്റ് അലർജിയാണ് പോലും. ഡസ്റ്റ് അലർജി. 7-8 ഏക്കർ കൂട്ടുന്ന എനിക്ക് എവിടുന്നാ ഡസ്റ്റ് അലർജി? മക്കൾക്ക് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാകില്ല. ചിലപ്പോൾ അവിടെ മിഥ്യാബോധമായിരിക്കാം, അല്ലെങ്കിൽ ദുരഭിമാനം. എന്നെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല സാറേ. അങ്ങനെ പറയരുത്. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സോക്കേട് പിടിച്ച് കിടപ്പാകും. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. ആ, നമുക്ക് നാളെ മുതലേ എന്നൊരു മോർണിംഗ് വാക്കിനൊക്കെ പോയാലോ? ബെസ്റ്റ് ഐഡിയ. ഈ വാരി വലിച്ച് തിന്നും കുടിച്ചും എന്റെ ശരീരം പോലും എനിക്ക് വഴങ്ങാതെ. ഞാനത് പറയണമെന്ന് വിചാരിച്ചാ. അപ്പം അങ്ങനെ ആയിക്കട്ടെ, മോർണിംഗ് വാക്ക് തന്നെ ആയിക്കോളെ. എന്താ? അപ്പം ഞാൻ പറഞ്ഞെ, അതെ, മോളോടെ കാത്തിരിക്കും. അതാ. അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് വന്ന് വിളിക്കും. ഓക്കെ, എന്തായാലും ഒരു മാറ്റം ആവശ്യമാണ്. അതാ
ആ. ശരി. അമ്മേ. മിസ്റ്റർ പിള്ളേ, ആ ഒന്നുമില്ല, പൊയ്ക്കോളൂ. നാളെ നടക്കുമ്പോൾ സംസാരിക്കാം. വെറുതെ സസ്പെൻസ് ആക്കാതെ പറയുന്നേ. നത്തിങ് സീരിയസ്, ഒന്നുമില്ലെന്നേ. ഓക്കെ, പൊയ്ക്കോളൂ. ബൈ. ബൈ. അച്ഛൻ ഇവിടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. പ്രകാശ് ചേട്ടനും കുടുംബം മൂകാംബികന്ന് മടങ്ങി വരുവോളം അല്ലേ? അതുവരെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ ചേട്ടാ? ഓ, അതിൽ വലിയ കാര്യമൊന്നുമില്ല എൻ്റെ അമ്മണിയെ. ഞാൻ വല്ലപ്പോഴും അല്പം മിനുങ്ങുന്ന കാര്യം മൂപ്പർക്ക് അറിയാം. എന്തായാലും എൻ്റെ അമ്മാവനാണല്ലോ ആള്. അല്ലെങ്കിലും ഭാഗ്യമില്ലാത്തവളാ ഞാൻ. എത്രയോ സമ്പത്തുള്ള അച്ഛനമ്മമാരുടെ മകളായിട്ടും ഞാൻ ഇപ്പോഴും പകൽ അന്തിയോളം അധ്വാനിക്കണം. ഭർത്താവായ നിങ്ങൾ ഇങ്ങനെയും. ഞാൻ എങ്ങനെയായെന്നാ? എന്താടി മിണ്ടാട്ടമില്ലേ? എനിക്കെന്താ ഒരു കുഴപ്പം? കുഴപ്പം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം ഉണ്ടായോ? മക്കളില്ലാത്ത എത്രയോ പേര് ജീവിക്കണം. ഞാനും അങ്ങനെ കരുതി സമാധാനിച്ചോളാം. പക്ഷെ നിങ്ങളിങ്ങനെ കുടുംബ വിചാരം ഇല്ലാതെ ജീവിക്കണ കാണുമ്പോഴാ എനിക്ക് സങ്കടം സഹിക്കാനാവാത്തത്. അമ്മണിയെ, എനിക്ക് കുടുംബ വിചാരമില്ലെന്നാണോ നിന്റെ വിചാരം? പിന്നെ അത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കോടതി പോവാതെ കുടിച്ച് കൂത്താടി രാഷ്ട്രീയം കളിച്ച് നടക്കൂ. കൊള്ളാം, രാഷ്ട്രീയം കളി. നല്ല അസല് പ്രയോഗം. അതെ അമ്മണി, ഞാൻ രാഷ്ട്രീയം കളിക്കുക നേരാ. പക്ഷേ നീ നോക്കിക്കോ, ഈ കളി ഒരു ദിവസം ഞാൻ നേടും. ഗുലാനിറക്കി ഒരു വെട്ട് ഞാൻ വെട്ടും. നിയമപുസ്തകവും മറിച്ച് വക്കീലിൻ്റെ കസേരയിലിരുന്ന് മൂട്ടകടി കൊള്ളണമെന്ന് നീ പറയുന്ന ഞാൻ അന്ന് നിയമമന്ത്രിയുടെ കസേര ഞെളിഞ്ഞിരുന്ന് ഈ നാട് ഭരിക്കും. നിനക്കറിയാമോ? അച്ഛൻ ചെയ്ത വല്ലാത്ത മണ്ടത്തരമായിപ്പോയല്ലേ കുഞ്ഞെ. ഒറ്റ മോളല്ലേ, അന്യർക്ക് കൊടുക്കാൻ തോന്നിയില്ല. വല്ലവരും ആകുമ്പോൾ നോക്കിച്ചെങ്കിലും ഒന്ന് കരുതിയ സ്വന്തക്കാരൻ എന്നെ പിടിച്ചു കൊടുത്തത്. പരസ്പരം അറിയാവുന്നവരാണല്ലോ എന്ന് ആശ്വസിച്ചു. പക്ഷേ അതിപ്പോ മോളച്ഛനെ ശപിക്കരുത്. അയ്യോ അച്ഛാ. അച്ഛാ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകില് കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന്. സാറ് മാത്യു സാർ. എന്ത് കഷ്ടം. തോമസ് മാത്യു സാർ. സാറേ, മാത്യു സാറേ. എന്താ സാറേ രാവിലെ മാത്യു സാറിന്റെ വാതിലിൽ മുട്ടുന്നത്? അല്ല, ഞങ്ങൾ ഇന്ന് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോവാന്നും പറഞ്ഞാ ഇന്നലെ പിരിഞ്ഞതേ. ഭയങ്കര ഓർക്ക. എന്നാ വിളിച്ചെന്നറിയോ? കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കുറ്റിയിട്ട് കാണില്ല, എൻ്റെ കയ്യിൽ വേറെ താക്കോലുണ്ട്. സാർ അന്ന് 10-11 മണി വരെ കിടന്നുറങ്ങും. ഞാൻ വന്ന് ഒരുവിധം പണി ഒതുക്കി കഴിയുമ്പോഴേ സാർ എഴുന്നേറ്റ് വരാറുള്ളൂ. ശരി. സാർ ഒന്ന് മാറിക്കേ.
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നല്ല ഉറക്കമായിരിക്കുമെന്ന്. മാത്യു സാറ് നല്ല പാർട്ടിയാ. ഷാർപ്പ് 6 മണിക്ക് നടക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് അടിച്ച് വീലായി കിടക്കുക അല്ലേ സാറേ? ഇങ്ങോട്ട് എഴുന്നേറ്റ്. നേരം വെളുത്ത സമയം എന്താണെന്നറിയോ? 6 മണിയൊക്കെ കഴിഞ്ഞ്. സാറേ ഇങ്ങോട്ട്. അത് ശരി, വെള്ളം ഇറങ്ങിയിട്ടില്ല. എന്തായി? ബോഡി മോർച്ചറി സൂക്ഷിക്കാൻ തന്നെയാണ് തീരുമാനം. ആ, സാറിൻ്റെ മകളെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു കേട്ടോ. കിട്ടി. മോളി വിവരം നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ? പപ്പ മരിച്ചെന്ന് കേട്ടയുടൻ അമേരിക്കയിൽ നിന്ന് റോയ് മെസ്സേജ് കൊടുത്തതാവല്ലോ. ജർമ്മനിയിൽ നിന്ന് 2 ദിവസത്തിനകം മോളിക്ക് നാട്ടിലെത്താൻ പറ്റും. റോയിയുടെ കാര്യമാണ് കൺഫേം അല്ലാത്തത്. അമേരിക്കയിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ. സീസൺ ആയതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നോട്ട് എറ്റ് കൺഫേംഡ് ഇറ്റ് സീംസ്. വല്ലാത്ത കഷ്ടമായി പോയി. എന്തെല്ലാം സുഖസൗകര്യങ്ങളുള്ള ആളായിരുന്നു തോമസ് മാത്യു സർ. എന്നിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ 6 അടി മണ്ണിനു വേണ്ടി ആരുടെയൊക്കെ ഔദാര്യം കാത്ത് മോർച്ചറിൽ തണുത്ത് മരവിച്ച് കിടക്കണമല്ലോ. എൻ്റെ ഈശ്വര. മക്കളുണ്ടായാലെന്ത്, ഇല്ലെങ്കിലെന്ത്. ഒരു അനാഥ ശവം കണക്കെയല്ലേ ഇവിടെ നിറക്കിക്കൊണ്ട് പോയത്. അമ്മണി, അമ്മാവൻ ഉറങ്ങിയോ? അച്ഛൻ വല്ലാണ്ട് ഡൗണായി. അതുകൊണ്ടായിരിക്കും നേരത്തെ കയറി കിടന്നു. വല്ലതും കഴിച്ചോടി? ഇല്ല, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ, എന്നാ നമുക്ക് പോയി കിടന്നുറങ്ങാം. ഒന്നുമില്ല, പൊയ്ക്കോളൂ. നാളെ നടക്കുമ്പോൾ സംസാരിക്കാം. എപ്പോ? എല്ലായിടത്തും അന്വേഷിച്ചോ? ആ, ഞങ്ങളിതാ എത്തി. പത്മിനി, പത്മിനി. എന്താ എന്താ പ്രകാശേട്ടാ? അച്ഛനെ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? ആ, അച്ഛൻ എവിടെ പോവാനാ? അമ്മണി വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അവരന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടുന്നില്ലെന്ന്. ടെൻഷൻ ആവാതെ. അച്ഛൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ചിലപ്പോ മോർണിംഗ് വാക്കിന് പോയതാവാലോ. ഏതായാലും നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. ആ. ഞാൻ ഇപ്പം റെഡിയാവാം. അച്ഛാ, 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 അമ്മാവാ, അച്ഛാ. അച്ഛാ, അമ്മാവാ, ഇത് ഇവിടെ പോയി. അച്ഛാ, 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 അച്ഛാ.
അയ്യോ, ഈ അച്ഛൻ എവിടെ പോയി? അച്ഛാ അച്ഛാ, അച്ഛാ ഈ അച്ഛൻ ഇത് എവിടെ പോയി കിടക്കുക? അച്ഛാ അച്ഛാ വേണ്ട പ്രകാശേട്ടാ, വിളിക്കണ്ട. ഒരാൾക്ക് മക്കളുടെ സ്നേഹവും പരിചരണവും മാത്രം കിട്ടിയതുകൊണ്ടായില്ല. അവനവൻ്റെ മനഃശാന്തി കൂടി വളരെ വിലപ്പെട്ടതാണ്. ഇത്രയും കാലവും നമ്മുടെ സൗകര്യത്തിനൊപ്പിച്ച് അച്ഛനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. ഇനി അച്ഛൻ്റെ സൗകര്യത്തിനൊത്ത് നമുക്ക് മാറാൻ നോക്കാം. നേരാ, നമ്മുടെ വീടാണിത്. ഇത് അടഞ്ഞു കിടക്കാതിരിക്കാനും അച്ഛനെ പരിചരിക്കാനുമായിട്ട് നമുക്ക് മാറി മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. എന്താ?